Hello everyone, welcome back to Mary Street. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ മാങ്ങ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഉണക്കച്ചെമ്മീൻ പൊടിച്ചിട്ട് അത് മാങ്ങയിലേക്ക് ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണിൽ താഴെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണക്കച്ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അപ്പം തന്നെ അതിലേക്ക് ചേർക്കുക. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കരുത്, അപ്പോൾ അതിങ്ങനെ ചളയലാന്നായി പോവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാനും പാടില്ല, നല്ല ക്രിസ്പായി കിട്ടുകയും വേണം. അത് വറുത്തെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറുണ്ടാക്കാനുള്ള ചട്ടി വെച്ചു അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പച്ചമാങ്ങ നമ്മൾ അരിഞ്ഞിടുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് 1.5 മാസം മുന്നേ കൊണ്ടുവന്ന മാങ്ങയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ടിഷ്യൂ കൊണ്ട് ഡ്രൈ ചെയ്തിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല അടിപൊളി മാങ്ങയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആ മാങ്ങ ഇട്ടു, അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറിയിടുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. അപ്പോഴേക്കും ആ മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊന്ന് ചൂടാറി അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പൊടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ വറുത്ത ചെമ്മീൻ അങ്ങനെയും ചേർക്കാം. പക്ഷേ ആ ചെമ്മീൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പിന്നെ ഒരു ചളങ്ങി ഇങ്ങനെ കിടക്കും. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പൊടിച്ചിട്ട് ചേർക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ തേങ്ങ അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ആ ചെമ്മീനും മാങ്ങയും കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ആ നേരത്തെ ഒരു തേങ്ങയുടെ പകുതി, ചെറിയൊരു മുറിയാണ് ആ തേങ്ങ, അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ടും കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണം ആ പാകത്തിനായിട്ടുള്ള വെള്ളം ചേർക്കാം. ഈ സമയത്ത് ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കറിക്കൊരു വെള്ളത്തിൻ്റെ ചുവയുണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എപ്പോഴും നമുക്ക് ഉണക്കച്ചെമ്മീനൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, മീനൊന്നും കിട്ടിയില്ലെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പച്ചമീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നാൽ മതി. കണ്ടില്ലേ, മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു. ഇനി താളിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് വേണ്ടി ആ ചെമ്മീൻ വറുത്ത സെയിം ചട്ടി ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഉലുവയാണ് ഇട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടുക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ചേർക്കാം. ഞാൻ ഉലുവ മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില, അതുപോലെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, അതുപോലെ ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത്, ഇത് 3ഉം ചേർത്ത് നല്ല ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ താളിക്കാനുള്ളത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, ഇല്ലെങ്കിലും അത് വിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ ഇതിലേക്ക് ചേർക്കാം. എന്താ മണമെന്നറിയോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോറിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് വെച്ച് ചൂടോടെ കഴിക്കുന്നേക്കാളും നല്ലത് കറി ഒന്ന് തണുത്തൊന്ന് സെറ്റായി കഴിയുമ്പോഴാണ്. നല്ല ചൂട് ചോറിലിട്ട് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.